അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞായറാഴ്ച ആയിട്ട് വൈകിയാണ് എഴുന്നേറ്റത്. അപ്പോൾ പിന്നെ നമ്മുടെ പരിപാടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഒരു ബീഫ് സ്പെഷ്യലാണ് കേട്ടോ. ബീഫ് ഉലർത്താണ്. ഉലർത്തെന്ന് വെച്ചാൽ വലിയ മസാലകളൊന്നും ഇടില്ല, മല്ലിപ്പൊടി ഒന്നും ഇടാതെ ചുമ്മാ കുറച്ച് ഉള്ളി അധികം ചേർത്ത് ഇടിച്ച മുളകൊക്കെ ഇട്ട് ഉണ്ടാക്കണതാണ് കേട്ടോ. കാണിച്ചു തരാവേ. അതിൽ കുറച്ച് അധികം ഉള്ളി വേണം നമുക്ക്. വെളുത്തുള്ളി, ഉള്ളി, ഇഞ്ചി, പച്ചമുളക് ഒരെണ്ണം മതി, വേപ്പില, ഇതെല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് കാണിച്ചു തരാവേ. ബീഫിലേക്ക് കുറച്ച് ഉപ്പ് മാത്രം ചേർത്ത് കഴിച്ചിട്ട് വരാം. അപ്പോൾ ഇന്ന് ബീഫ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് കുറച്ച് കുരുമുളകും പെരിഞ്ചീരകം, ഇത് 2 സാധനം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതൊന്ന് ചൂടാക്കി പൊടിച്ചെടുക്കണം. ഇടിച്ച മുളകിട്ടാണ് നമ്മൾ ഉലർത്തുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് കാണിച്ചത്. ഇതൊന്ന് തരിതരിപ്പായിട്ട് ചൂടാക്കി പൊടിച്ചിട്ട് വരാവേ. അപ്പോൾ അതേ ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനതൊന്ന് പൊടിച്ചിട്ട് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കണേ. അപ്പോൾ ഞാൻ പെരിഞ്ചീരകവും കുരുമുളകും ഇതിലിട്ട് തന്നെ പൊടിച്ചെടുത്തേ. കുറച്ച് സമയം എടുത്തിട്ട് എന്നാലും തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി ഇഞ്ചിയും ചെറിയ ഉള്ളിയും എല്ലാം കൂടി നമുക്ക് ചതച്ചെടുക്കാം. ചെറിയ ഉള്ളി, വെളുത്തുള്ളിയൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി ചതച്ചെടുത്ത് വന്നിട്ട് കാണിച്ചു തരാവേ. ഉള്ളിയൊക്കെ ചതച്ചെടുത്ത്, ഉള്ളി കുറച്ചധികം തന്നെ വേണം കേട്ടോ. വേപ്പില, പിന്നെ ഇതേണ്ട പെരിഞ്ചീരകവും കുരുമുളകും വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടി ചതച്ചത്, ഇടിച്ച മുളകും മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടത് കേട്ടോ. അപ്പോൾ കുറച്ച് ഉരുളക്കിഴങ്ങ് ഇതിലിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് പീൽ ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടാണ് ഞാൻ ഇടുന്നത്. ഞാനിങ്ങനെ മുറിക്കണത് കേട്ടോ. ഇതുപോലെ മുറിക്കും. എന്നിട്ട് ഇതൊന്ന് പയ്യെ ഫ്രൈ ആയി ബീഫിലിടാനാണ്. ഫ്രൈ ചെയ്തെടുത്തിട്ട് കാണിക്കാവേ. ഇത് കുറച്ച് ഉപ്പിട്ടിട്ട് ഇത്തിരി നേരം വെള്ളത്തിയിട്ട് വെക്കണം കേട്ടോ. അത് കളറും മാറില്ല, കൂടാതെ അതിൽ കുറച്ച് ഉപ്പും കൂടി പിടിച്ചോളും. ഇങ്ങനെ ഇരിക്കട്ടെ ഇത്തിരി നേരം. അപ്പോൾ അതെൻ്റെ നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നല്ലോണം ഫ്രൈ ആക്കില്ല കേട്ടോ. കുറച്ച് ഇതേപോലെ ഒന്ന് വെന്തെടുത്താൽ മതി. ബാക്കി നമുക്ക് ബീഫിനകത്തിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് റെഡിയാക്കാം. ഇത്ര ആയാൽ മതി. ഓക്കെ, അത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് വേപ്പില ഇട്ട് കൊടുക്കാം. ചതച്ച് വെച്ച ഉള്ളി എല്ലാം ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് നന്നായിട്ട് വഴന്ന് വരുമ്പോഴേ ബാക്കിയുള്ള പൊടികളൊക്കെ. അപ്പോൾ എൻ്റെ ഉള്ളി നന്നായിട്ട് വഴന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചതച്ച് വെച്ചാൽ കുരുമുളകും പെരിഞ്ചീരകം കേട്ടോ. മസാലയായിട്ട് ഇത് മാത്രമേ ചേർക്കുള്ളൂ. പിന്നെ ഇടിച്ച മുളകാണ് ചേർക്കുന്നത്. ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാവട്ടെ. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഇടിച്ച മുളകും മഞ്ഞൾപ്പൊടി, കുരുമുളകൊക്കെ നന്നായിട്ട് ചേർത്തേക്കുന്നത് കൊണ്ട് നമുക്ക് മുളകിൻ്റെ ആവശ്യം ഇത്രയും വരുന്നില്ല കേട്ടോ. നല്ല എരിവുണ്ടാകും. നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ കേട്ടോ. ഇത് നല്ല മൂത്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി സ്മെല്ല് വരുന്നുണ്ട്. നൈസ് സ്മെല്ലാണ്. അതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച ബീഫ് ഇട്ട് കൊടുക്കാം. ബീഫ് അതിലോട്ട് തട്ടിക്കൊടുക്കാം. ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിത് വളർത്തായത് കൊണ്ടിട്ടാണ് നമ്മൾ ഒട്ടും വെള്ളമില്ലാതെ ബീഫ് വേവിച്ചെടുത്തത് കേട്ടോ. ഇനി അതിലേക്ക് നമ്മുടെ മെയിൻ പൊട്ടറ്റോ ഫ്രൈ ആക്കിയിട്ട് പിന്നെ ഇതേണ്ട കുറച്ച് മല്ലിയില, ഇതൊന്ന് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാവേ. നമ്മുടെ ബീഫ് ഉലർത്ത് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഫൈനൽ ലുക്ക്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ.